നമ്മളെല്ലാവരും സ്വന്തം അംബരീഷാണ് എന്നോടൊപ്പം. നമസ്കാരം അംബരീഷ്. നിന്റെ ഡാൻസ് വലിയ സ്റ്റേജും പുറത്തോ അല്ലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലോ അല്ല, റോഡാണ് റോഡ്. ഇനി പറമ്പാണെ പറമ്പ്, നീ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ചാടി കയറി മാറ്റിനെ മനസ്സിലാവും. ഫസ്റ്റ് ടൈം ഇവനെ കാണുന്നത് ഇതിൽ കണ്ടുള്ളതല്ല സിനിമയില്. അതും ഇവനെ മറ്റേ കെട്ടിപ്പിടിച്ചൊക്കെ പറഞ്ഞ എന്റെ കൈകാലും ഇറക്കണം. ഞാനെങ്ങാണ് ഇനി ചാടി കയറി. ഞാൻ ആദ്യമേ വിവോ Y55 എന്നൊരു ഫോണുണ്ട്. ആ ഫോണിൻ്റെ പുറത്തേന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങനെ കൈമാറ്റിയ ഒരു 4-5 കൈ ഇങ്ങനെ പോകും. അതിൽ ഞാൻ 2x അന്ന് ഞാൻ ടിക്ടോക്കിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫോണിൽ തന്നെയാണ് എനിക്ക് അതിൽ വെരിഫൈഡ് ആയിട്ടുള്ള ബാഡ്ജ് കിട്ടിയത് ടിക്ടോക്കിൽ. ഞാൻ കുറച്ച് അധികം ഈ റേസിസം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കളറ് കാരണം മാറ്റി നിർത്തിയ മേഖലകളുണ്ടോ? മാറ്റി നിർത്തിയതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ മറ്റേ പിന്നെ സങ്കടമൊന്നുമല്ല മനസ്സിലായി. എനിക്കൊരു വാശി പോലെയാണ് വരുന്നത്. അല്ലാണ്ട് ഇവൻ എന്നെ മാറ്റി നിർത്തി ഞാനിപ്പോ പോയാലും മറ്റേ റാമ്പി പോയാലും എനിക്ക് നടുക്ക് നിൽക്കണം. ആ മൂടാ ഞാൻ കാട്ടിന് അതാ സിന്ധം. ഫ്രണ്ട്സായിട്ട് നമ്മൾ ഡാൻസ് ആയാലും ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ ഒരു മെയ് വഴക്കുണ്ട്. അങ്ങനെ ഒരുപാട് റാപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പം മണിച്ചേട്ടൻ ഒരു സാധനം ഇപ്പൊ എയിലൂടെ വന്നു. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് പളനിയണ്ടവൻ കഴിഞ്ഞതാണടി തങ്കമ്മേ. അവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല. നീ കഥ ഇത് പറയാനുള്ള പ്ലാറ്റ്ഫോമാ. ഇല്ലടാ, നിനക്ക് വേറെ എങ്ങും പോയി ഇങ്ങനെ വിലസാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ എനിക്ക് വിലസാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പോലെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചിരിപ്പിച്ച് തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റൊമാൻസ് എന്ന സിനിമയിലൂടെ ഇന്ന് ആ ചിരിപ്പിച്ച ആളുകളെ കൊണ്ട് തന്നെ ഒരുപാട് സ്നേഹിപ്പിക്കുകയും ഒരുപാട് കയ്യടി നേടിയ നമ്മുടെ എല്ലാവരും സ്വന്തം അംബരീഷാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അളിയ എന്നെ ഉണ്ടോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അളിയാന്ന് വിളിക്കാൻ കാരണം അത്ര വലിയ ബന്ധമുണ്ട് കേട്ടോ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, അംബരീഷിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തരംഗമെന്ന് ഞാൻ പറയാൻ തന്നെ കാരണം ഡാൻസിലൂടെ തരംഗമായ സമയത്താണ് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും അംബരീഷ് വരുന്നതും. പക്ഷേ എനിക്ക് ഏറ്റവും അഭിമാനിക്കാനും സന്തോഷം തോന്നിയൊരു കാര്യം, അന്ന് ഡാൻസിന് ഇൻ്റർവ്യൂവിന് വിളിച്ചെങ്കിൽ ഇന്നൊരു നടനായിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. ശരിക്കും അതിലൊത്തിരി സന്തോഷം. ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം, അംബരീഷ് ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വിഷമത്തിൽ നിന്ന് അംബരീഷ് അവരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഡാൻസിലൂടെ. ഇപ്പം കഥാപാത്രത്തിലൂടെ ആണെങ്കിലും നല്ലൊരു കഥാപാത്രം പ്രേക്ഷകർക്ക് കൊടുക്കുകയും ചെയ്തു. അംബരീഷിൻ്റെ സ്റ്റോറിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ മറ്റേ കഥയിൽ ജീവിത പരിപാടിയൊന്നുമല്ല, നോർമൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ എൻ്റെ കോട്ടയംകാരൻ. പക്ഷെ ഞാൻ കോട്ടയംകാരനാണെങ്കിലും ജനിച്ചത് ചിറയൻകീഴ് തിരുവനന്തപുരം സൈഡ്, വളർന്നത് ആലപ്പുഴ തിരുവനന്തപുരം. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോട്ടയത്ത്. കാരണം അച്ഛൻ്റെ നാട് കോട്ടയം. അപ്പോൾ ഈ ഇന്നപോലെ അമ്മ നേഴ്സാണ്. അച്ഛനൊരു പോലീസുകാരനാണ്. അച്ഛൻ പോലീസുകാരനാണ്. പോരട്ടെയാ. അപ്പോൾ അമ്മ നേഴ്സായ കാരണം അമ്മയുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ ജനിച്ച ടൈമിലൊക്കെ ആണെങ്കിലും. അപ്പം ജനിച്ചതൊക്കെ തിരുവനന്തപുരവും ഇപ്പോൾ വളർന്നത് ഒക്കെ കോട്ടയമാണ്. ഇപ്പം നിൽക്കുന്നത് കൊച്ചിയിലും. ഇപ്പം നിൽക്കുന്നത് നമ്മൾ കൊച്ചിയിലും. എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ അച്ഛനാകുന്ന സമയത്ത് തന്നെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിരുന്നോ? സ്ട്രിക്റ്റ് ഇത് സ്ട്രിക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു ടൈമായിരുന്നു. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് അല്ല. അച്ഛനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയടാ, ഞാൻ വളർന്നു വലുതാകുമ്പോൾ നിന്റെ തോളത്ത് കയറ്റി കിടക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ അപ്പം ഇങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് അല്ല അപ്പൻ. ഒരു കമ്പനി മൂഡ് ഭയങ്കര കമ്പനി മൂടാ. പക്ഷേ ആ ടൈമിലൊക്കെ നമ്മൾ ഈ കുരുത്തക്കേടുകളൊക്കെ അവിടെ ഇവിടെ ഒപ്പിക്കുന്ന കാരണം മാതാപിതാക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ദേഷ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ ഭയങ്കര ചില്ല. അന്നും അപ്പം ചില്ലാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ഇതിൽ പോലീസും കൂടെ ആയാലും നമുക്കൊരു മുഖമൊക്കെ പറയില്ലേ, ഈ ഇവർ ട്രെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഒരു ഗൗരവവും ആ ഒരു സാധനമാണ് അപ്പൻ്റെ ഒരു ഫേസിൽ ഇപ്പോഴും തന്നെ. പക്ഷെ ഇപ്പം നമുക്ക് റിയലൈസ് ആവുന്നുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. അംബരീഷ് തുടക്ക സമയത്ത് അംബരീഷ് എന്ന് പറയുന്ന ഒരു പേരിനെ ആളുകളിലേക്ക് എത്തിച്ച് തന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ. ആ ഡാൻസിലോട്ട് വന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഞാനൊരു പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മുമ്പ്.
നമ്മുടെ ഈ സിനിമാരിമാരും നടന്മാരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളിക്കില്ലേ, എടാ നമ്മുടെ ഈ മനസ്സിലായി. അവാർഡ് നൈറ്റ് ഡി4 ഡാൻസ് അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഇല്ലേ, റിയാലിറ്റി ഷോസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്ന പരിപാടീസായിരുന്നു. അങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്നെക്കാളും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മേഖലയിൽ. പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ലടാ കഴിവ്. നമ്മളില്ലേ ഇപ്പം എനിക്ക് ഡാൻസ് അറിയാം, അപ്പോൾ എനിക്കൊരു ഒരു വാശി ഉണ്ടായിരുന്നു. നമ്മളിപ്പം ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അറിയണം. ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ സന്തോഷിക്കണം, അറിയണം എന്നല്ല. എനിക്ക് ഇവരെ അറിഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, എനിക്ക് ഇവരൊന്ന് ചിരിക്കണം, എല്ലാവരും ഒന്ന് ഹാപ്പി ആകണം. ഇപ്പം നമ്മളെ കണ്ടാലും ആൾക്കാർ ഒരിക്കലും വേറൊരു ചിരിച്ചുകൊണ്ട് തന്നെ വന്ന് എന്നോട് മിണ്ടണം. അംബരീഷിന്റെ കോണ്ടന്റ് ആണെങ്കിൽ പോലും മറ്റുള്ള ഡാൻസേഴ്സിൽ നിന്ന് അംബരീഷിന്റെ ടീമിനെയും വ്യത്യസ്തനാക്കുന്നതെന്ന് പറയുന്നത് 2 എക്സ്പ്രഷൻ 2 സ്റ്റെപ്പ് ഇട്ടാൽ തന്നെ ചിരിക്കും. അത് തന്നെയായിരുന്നു പ്ലാനും. അത് നമ്മൾ കുറച്ച് പ്ലസൻ്റായിട്ട് ആൾക്കാരെ എന്നുവെച്ചാൽ വീഡിയോ എടുക്കണമെന്നുള്ളൊരു മൂഡായിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ കൂടെ നിൽക്കുന്നവനും എനിക്ക് അവനോട് ഭയങ്കര കടപ്പാടുണ്ട് ഗൈസ്. കാരണം അവൻ സപ്പോർട്ട് ചെയ്തപോലെ തന്നെ ഈ കലാപരമായിട്ട് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്കൊരു എന്താണ് ആ ഡൗട്ട്, ഇതാണ് ഡൗട്ട് എന്നൊക്കെ ഒറ്റ വിളിക്ക് വരും. കാരണം ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോൾ ഇവൻ എൻ്റെ കൂടെ പറഞ്ഞത് കിഷോർ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ കിഷോർ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഈ ഒറ്റ വീഡിയോ എടുക്കാൻ വേണ്ടി അവൻ തൃശ്ശൂരിൽ നിന്ന് കോട്ടയം വരും. എന്നിട്ട് രാവിലെ കോട്ടയം വന്നിട്ട് വൈകുന്നേരം അല്ല രാത്രി തിരിച്ചു പോകും. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് തുടങ്ങി. ഈ ഡാൻസിൽ ക്ലിക്ക് ആകുന്നത് എവിടാ? ഡാൻസ് ക്ലിക്ക് ആകുന്നത് നമ്മുടെ ഈ കുപ്പിയായിട്ട് മറ്റേ പുറകെ പോകുന്ന ഒരു പരിപാടി. അത് ശരിക്കും പറഞ്ഞാൽ ക്ലിക്ക് ആകാൻ വേണ്ടി ചെയ്തതല്ല. ഞാനിതിൻ്റെ ഒറിജിനൽ വേർഷൻ കണ്ടു. ഒറിജിനൽ വേർഷൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഈ ഒരു പരിപാടിയാണ്. നമ്മളിങ്ങനെ പുറകിൽ ഇങ്ങനെ കുപ്പിയായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് ഞങ്ങൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ആക്കി ഇട്ടതേ ഉള്ളൂ. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കയറുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ 1.5 കത്തിയില കേട്ടോ ഒന്ന് കത്തിച്ചത്. ശരിയാ. അംബരീഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു സത്യമുണ്ട്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. മിമിക്രിയൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്യും. പണ്ട് നമ്മളെല്ലാവരും പറയണം. ഞാൻ പറഞ്ഞേക്ക് കോട്ടയത്ത് നിന്ന് 9ാം ക്ലാസ്സിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് കലാഭവനിൽ വന്ന് മിമിക്രി ചെയ്തത് എന്തോ ചെറുതാണോ? ഇല്ല, അങ്ങോട്ട് പറയും ഇങ്ങോട്ട്. എടാ ആ ടൈം എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും കലാപരമായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും കലാപരമായ കഴിവുണ്ടെങ്കിൽ പോലും സപ്പോർട്ടില്ല, ഒരു തരത്തിലുമുള്ളൊരു സപ്പോർട്ടില്ല. കാരണം എല്ലാവരും പോലീസ്, അച്ഛൻ പോലീസ്, അമ്മ നേഴ്സ്, കൊച്ചന്മാർ മറൈന്, എൻജിനീയർ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഞാൻ ഈ ഡാൻസ് അല്ലെങ്കിൽ കലാപരമായിട്ട് പോകുമ്പോൾ അന്ധകാലത്ത് ഒരു ചെറിയൊരു ഇവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാവർക്കും നല്ല ഉയർന്ന ജോലിയുണ്ട്, നമ്മൾ മാത്രം ഡാൻസ് ആയിട്ട് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അന്ന് ഇവരോട് പറയാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ടും അന്ധകാലത്തൊരു സാഹചര്യം ഇല്ല എനിക്ക്. കാരണം ഞാൻ കോട്ടയല്ലേ, എന്ത് കലാപരിപാടി വരുമ്പോഴും എല്ലാം കൊച്ചി ബേസ് ആയിട്ടാണ് വരുന്നത്. കോട്ടയത്തുണ്ടെങ്കിൽ പോലും ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ കലാഭവനിൽ പോകാന്നുള്ളൊരു, അതും ഇവനാട്ടോ കിഷോർ, അവനെ വിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ അവൻ ഇവിടെ കലാഭവനിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതായി. അപ്പോൾ ഞാനൊന്നും 9ാം ക്ലാസ്സിലാണ്. അങ്ങനെ 9ാം ക്ലാസ്സിൽ ഞാനും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. CBSE സ്കൂളാണ് ആലോചിക്കണ്ടോ, 1 സ്ട്രിക്റ്റ് മറ്റേ പരിപാടീസാണ്. ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ട്. നമുക്ക് ഈ കലാപരമായിട്ടുള്ള സാധനം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന കാരണം കലാഭവനിൽ പോകാന്നുള്ളൊരു മൂഡ് തന്നെ ആയി. അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് രാവിലെ വരും, 8:45 വരും. എന്നിട്ട് ക്ലാസ് പ്രിൻസിപ്പാളൊന്നും അറിയൂടില്ല. ക്ലാസ് കട്ട് ചെയ്ത് നേരെ കലാഭവനിൽ പോകും, കൊച്ചി പോയിട്ടൊരു 2:50 എന്തൊരു മെമ്മു ഉണ്ട്, അതിൽ തിരിച്ച് കോട്ടയം വരും. എന്നിട്ട് വീട്ടുകാരോട് പറയും ക്ലാസ്സിൽ പോയി. അങ്ങനെ എത്ര നാൾ പോയിട്ടുണ്ട്? അങ്ങനെ ഒരു 3-4 മാസം പോയിട്ടുണ്ട്, 3-4-5 മാസം പോയിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടോ? പിന്നെ ഞാനിപ്പോൾ പറയും, പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെവിടോട്ടാണ് പോകുന്നത്, നമ്മളെ കാണാനില്ലല്ലോ എന്നുള്ള സാധനം ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം ഇങ്ങനെ തലയിൽ കിടക്കുന്ന കാരണം ഈ മിമിക്രി, അങ്ങനെ ഈ കലാപരമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ തലയിൽ കിടക്കുന്ന കാരണം ഇപ്പോഴും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കര ഒരു രസമാണ്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം. അച്ഛൻ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, പോലീസ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചന്മാരെല്ലാവരും മറ്റേ മിമിക്രി, ഡാൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അച്ഛൻ മാത്രമേ ഉള്ളൂ ഈ സ്പോർട്സ്
ഏരിയയിലുള്ളൂ. ഈ കലാകാരന്മാരാണെങ്കിൽ പോലും ഫിലിമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല, പടം പോലും കാണാൻ പോയില്ല. ശരിക്കും അംബരീഷിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നാ അറിയോ, നീ എല്ലാം വെട്ടി തുറന്നു പറയും കേട്ടോ. നമുക്കങ്ങനെ അങ്ങനെ വെച്ച് വരച്ച് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാവർക്കും ചിലവർക്ക് അതൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ്, ചിലവർക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഞാനിങ്ങനെ പറയും. ഞാനിതാ എനിക്ക് വേറെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഏറ്റവും പറ്റില്ല വേറെ ഇങ്ങനെ ഒന്ന് അതൊട്ടും പറ്റത്തില്ല. അംബരീഷൻ, ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നീ കൈലി ടെൻഷനാ നീ ചോദിക്കാൻ പോണ കാര്യത്തിൽ നീ കൈലി കൊടുത്ത് റോഡിൽ കൂടെ ഡാൻസ് കളിക്കുന്നു, കുപ്പി പിടിച്ച് നടക്കുന്നു, നിനക്കാണെ വലിയ ഗ്ലാമർ ഇല്ല, നിന്നെയൊക്കെ മലയാള സിനിമ പറഞ്ഞു വരട്ടെ, നിന്നെ മലയാള സിനിമയൊക്കെ എടുക്കുമോടാ എന്ന് ചോദിച്ചവർക്ക് കൊടുത്ത മറുപടി റൊമാൻസ് തന്നെ കേട്ടോ. അതിന് എനിക്ക് തരാൻ പറ്റുന്ന ഒറ്റ കാര്യം, ശരിക്കും അത് ചെറിയ കാര്യമല്ല അംബരീഷേ, സത്യം. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? പിന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ കുത്തുവാക്കുകളാണ് പറഞ്ഞത്? കുത്തുവാക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാരണം ഈ ഒന്നാതെ അതിങ്ങനെ ആവർത്തന വിരസമാകും എല്ലാവരും ഇത് പറഞ്ഞു പറയേണ്ട സമയമായടാ മച്ചാ. ഇല്ലടാ, നമ്മളിപ്പോൾ പഠിച്ച ടൈമിലൊക്കെ ആണേലേ എനിക്ക് ഞാൻ കുറച്ച് അധികം ഈ റേസിസം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ മാറ്റി നിർത്തൽ പരിപാടി അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. നമ്മൾ ഈ നമ്മളെ 10 പേരുടെ മുന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു, കൊള്ളാത്തവനാണെന്ന് പറയുന്നു. കൊള്ളാത്തവനാണെന്ന് പറഞ്ഞു ഓക്കെയാ, ഇത് പറയാതെ പറയും. മനസ്സിൽ വെച്ചിട്ട് പുറമേ ഒരു ഇത് കാണിക്കും. അതിപ്പം നമ്മുടെ ആരൊന്നും പറയില്ല, നമ്മൾ ഈ പഠിക്കുന്ന ടൈമാണെങ്കിലും പല ഈ മത്സരങ്ങളൊക്കെ ഇല്ലേ, സ്കൂളിൽ നിന്നുള്ള മത്സരങ്ങൾ, അങ്ങനത്തെ പരിപാടീസൊക്കെ, അതിലൊക്കെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഫെയർ സ്കിന്നായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ അത് നമുക്ക് ഓക്കെ ഞാനത് ആ രീതിയിൽ അത് എടുക്കുന്നുള്ളൂ. ഇപ്പോഴും ആ രീതിയിൽ തന്നെ എടുക്കുന്നുള്ളൂ. നീ ചോദിച്ചാറിന് ഞാൻ പറഞ്ഞ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരിത് പറഞ്ഞ. പക്ഷേ അതൊക്കെ എനിക്കൊരു വാശിയായിരുന്നു. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നമ്മളൊരു കപ്പെടുക്കണമെന്നൊക്കെ ഒരു അങ്ങനത്തെ ഒരു വാശിയൊക്കെ ഇല്ലേ. എന്നിട്ട് ഞാൻ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയ ആ ഒരു ഫെസ്റ്റിവലിനും മിമിക്രിക്ക് ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ആ സ്കൂളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാനായിട്ട് അന്ന് ഞാൻ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ സ്വീറ്റ് റിവെഞ്ചുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മാനസികമായൊരു ബലം അത്. ഈ പറയാതെ തന്നെ അംബരീഷിന് അറിയാമായിരുന്നോ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുമ്പം ഇവരെന്നെ മാറ്റി നിർത്തിയതാണോ? മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതെന്താ നമുക്ക് മനസ്സിലാവാതെ? നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എന്നിട്ട് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. എല്ലാവരും ഒബ്സർവ് ചെയ്യുമോ? ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഒരാളെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരാളിങ്ങനെ നടക്കുമ്പോൾ അയാളെ കോപ്പി അടിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നത് എല്ലാം ഞാനിങ്ങനെ ഗ്രാസ്പ് ചെയ്യും. നമ്മളൊരു മിമിക്രി മോണാക്റ്റൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും അവരുടെ മാനറിസവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈ പറഞ്ഞ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ എടുത്തു പറയുവാണ്, ഈ കളറ് കാരണം മാറ്റി നിർത്തിയ മേഖലകളുണ്ടോ? മാറ്റി നിർത്തിയതെന്ന് വെച്ചാൽ പുറകോട്ടാക്കിയ മേഖലകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ അത്? ഡാൻസ് തന്നെ. ഡാൻസിലൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തുക അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഇല്ലേ. അത് ഗ്ലാമർ ഉള്ളവരെ ഫ്രണ്ടിൽ നിർത്തും, ബാക്കിയുള്ളവരെ പുറകിൽ തട്ടും. ഇപ്പോഴാണേ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു 5-6 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ മറ്റേ ടിൻ 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 സാറല്ലേ ഇടല്ലേ പറയും. പിന്നെ ഇല്ല എടാ, എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമൊന്നുമല്ല, മനസ്സിലായി. എനിക്കൊരു വാശി പോലെ വരുന്നത്. അല്ലാണ്ട് ഇവനെന്നെ മാറ്റി നിർത്തി എന്നൊക്കെ ഞാനിപ്പോൾ പോയാലും മറ്റേ റാമ്പി പോയാലും എനിക്ക് നടുക്ക് നിൽക്കണം. ആ മൂടാ ഏൻ കാട്ടിന്ന് അതാ സിംഗം. ആ മൂഡ് തന്നെയാണ്. അല്ലാണ്ട് ഞാനായിട്ട് ഡെസ്പായി മറ്റേ അങ്ങനെ ഒരു പരിപാടിയില്ല. എങ്ങനെയും ഞാൻ ഒരു സൈഡ് ഇങ്ങോട്ട് മാറ്റി നിർത്തി ഞാൻ ഇതുവഴി കയറും. ഞാൻ ഒരു മാറ്റം ഇല്ല ഇതില്. ഈ കറുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്നും മലയാളികൾ എത്ര കാലം കഴിഞ്ഞാലും, ഇനി എത്ര നടന്മാർ വന്നാലും, ഇനി എത്ര പാട്ടുകാർ വന്നാലും കറുത്തമുത്ത് മണിച്ചേട്ടൻ തന്നെ. മാത്രമേ മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇന്ന് മണിച്ചേട്ടൻ പാട്ട് കേട്ടാൽ എഴുന്നേറ്റ് തുള്ളില്ലേ. ഏത് പ്രോഗ്രാം എടുത്തോ, ഇന്നൊരു കല്യാണ വീട് എടുത്തോ, ഇനി എത്ര വലിയ ഇവന്റ് എടുത്തോ, മണിച്ചേട്ടൻ ഇന്ന് വന്ന ഇവന്റ് പാട്ടുകാരൊക്കെ പേര് പറയുന്നില്ല, മണിച്ചേട്ടൻ പണ്ട് വിട്ടതാണോ? അത് ഉറപ്പായിട്ടും.
എടാ ഞാൻ എപ്പോഴും റെഫറൻസ് ആയിട്ട് നമ്മൾ ഡാൻസ് ആയാലും ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ ഒരു മെയ് വഴക്കുണ്ട് മോനെ, അത് ശരിക്കും നോട്ട് ചെയ്യാൻ മനസ്സിലാവും. വേറെ ആർക്കും ഇല്ല അങ്ങനെ ഒരു സാധനം. ഒരു പുള്ളിയുടെ തന്നെ ഒരു ആക്ഷൻ, ഒരു ഒഴുക്കുണ്ട്. ഇതുപോലെ കണ്ടേക്കുന്നത് രജനീകാന്തിനേ ഉള്ളൂ തമിഴില്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? സ്റ്റൈലും അത് പുള്ളിയുടെ ഒരു മാനറസം ഉണ്ട്, ആ ഒരു ഡാൻസ്, ഒരു കോമിക് രീതി ഉണ്ട്. അത് നമ്മൾ നീ ആദ്യം ചോദിച്ചില്ല മറ്റേ ചിരിച്ചോണ്ട് കളിക്കുന്ന പരിപാടീസൊക്കെ, അതൊക്കെ മനുഷ്യട്ടൻ്റെ സംഭവമാണ്. ഈ അംബരീഷ് നീ ഇപ്പം ചെയ്യുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ പോലും ഡാൻസ് ആണെങ്കിൽ പോലും ഈ ഒരുപാട് ഡാൻസേഴ്സിനെ ഇപ്പം എടുത്തുനിന്നിരിക്കട്ടെ, സ്റ്റെപ്പിൽ ഓക്കെ ആയിരിക്കും, പക്ഷെ നിന്നിൽ കാണുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് എക്സ്പ്രഷൻ വേസ് ആണെങ്കിലും സ്റ്റൈൽ വേസ് ആണെങ്കിലും എല്ലാം വരുന്നുണ്ട്, മാൻഡ്രസ് ഉൾപ്പെടെ. അത് മണിച്ചേട്ടനിലും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളിയോട്. കാരണം ഞാൻ പുള്ളിയുടെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞൊക്കെ പഴയ CD ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഓണത്തിന് മാത്രം ഇറങ്ങുന്നില്ലേ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വീടും സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുതലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അംബരീഷെ മണിച്ചേട്ടനെ ഫോളോ ചെയ്യുന്നു, ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മണിച്ചേട്ടനെ പറ്റി 2 വാക്ക്. 2 ലൈൻ പാടാം. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല, ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല. അതിനപ്പുറം ഒരു വരിയില്ലല്ലേ പുള്ളിയെ പറ്റി. പിന്നെ എന്തോ പറയാനാ, അത് 2 വാക്ക് തീരത്തുമില്ല. പുള്ളി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയെ പറ്റി. നമ്മളായിട്ടൊന്നും ഇതൊക്കെ കണ്ടിട്ടില്ല. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു കാര്യം അംബരീഷ് കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് റാപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പം മണിച്ചേട്ടൻ ഒരു സാധനം ഇപ്പൊ എയിലൂടെ വന്നു, ഞാൻ വയസ്സനല്ലട കിളവനല്ലട തങ്കമ്മേ, അതൊക്കെ കേൾക്കുമ്പോ ഒരു ഉന്മേഷം. അതാ പറഞ്ഞ ഈ പുള്ളി ഒരു പവർ പാക്ക് സംഭവമായിരുന്നു, ഭയങ്കര പോസിറ്റീവ് ഓറയായിരുന്നു പുള്ളി. ഒരു സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അതിന്റെ മൂലേ പുള്ളി യൂട്ടിലൈസ് ചെയ്യും. ഇനിയിപ്പോൾ അംബരീഷിനോട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഡാൻസൊക്കെ കളിച്ച് വൈറലായ സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ അംബരീഷിനെ കണ്ടിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂസിലൊക്കെ അംബരീഷ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, അതിന് മാറ്റം ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുള്ളേ? ഭയങ്കര മാറ്റമുണ്ട്. അത് ചോദിച്ചത് കേട്ടോ, താങ്ക് യു. കാരണം ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ടൈമിലൊക്കെ കുറച്ച്, കാരണം ഇതിൽ പോയാൽ നീ രക്ഷപ്പെടുമോ എന്നുള്ളൊരു സാധ്യത അന്നില്ലായിരുന്നു. അന്ന് ഇത്രയും വലിയൊരു സാധ്യത ഇല്ലായിരുന്നു. കാരണം അന്ന് സാധ്യത പറഞ്ഞ സംഭവമില്ല, നമ്മൾ എങ്ങനെയും ചാൻസ് തെണ്ടി കയറുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും ഇപ്പോൾ മില്ലേനിയം ഇതൊക്കെ ആയാലും ഇതിലൂടെ നമുക്ക് റീച്ച് ആകാന്നുള്ളൊരു സാധ്യത ഉണ്ട്. ഭയങ്കരമായ സംഭവമുണ്ട്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാര്യവും അത് തന്നെയാണ്. ഞാൻ ആദ്യമേ വിവോ വൈഫൈ എന്നൊരു ഫോണുണ്ട്, അതാണ് തോന്നുന്നു അതിൻ്റെ പേര്. ആ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങനെ കൈമാറ്റിയ ഒരു 4-5 പേർ കൈ ഇങ്ങനെ പോകും. അതുപോലെ ഒരു ക്യാമറയൊക്കെ, അന്നത്തെ കാലത്ത് ക്യാമറയൊക്കെ ഭയങ്കര ഷോക്ക് വരും. അതിൽ ഞാൻ 2x അന്ന് ഞാൻ ടിക്ടോക്കിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫോണിൽ തന്നെയാണ് എനിക്ക് അതിൽ വെരിഫൈഡ് ആയിട്ടുള്ള ബാഡ്ജ് കിട്ടിയത് ടിക്ടോക്കിൽ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ഫെസിലിറ്റീസും കാര്യങ്ങളും സപ്പോർട്ടില്ലായ്മയും പറഞ്ഞിട്ട് ആരും എന്താ എനിക്ക് സപ്പോർട്ടില്ലായിരുന്നു, അത് കാരണം ഞാൻ എങ്ങനെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്. അത് അംബരീഷ്, നിന്റെ ഡാൻസ് വലിയ സ്റ്റേജ് പുറത്തോ അല്ലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലോ അല്ല, റോഡാണ് റോഡ്, ഇനി പറമ്പാണേ പറമ്പ്, നീ പ്രോപ്പർട്ടി യൂസ് ചെയ്യുവാണ്. ആൾക്കാർ അത് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ സന്തോഷിക്കണം എന്നുള്ളൊരു കാര്യം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. ഈ ഡാൻസിന് വേണ്ടിയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ അത്ര വലിയ പണക്കാരോ ഒന്നുമല്ല, ഓക്കെ, ആരോടെങ്കിലും പൈസയൊക്കെ ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ തന്ന ജോലി ഇല്ലാത്ത നീ എനിക്ക് എങ്ങനെ തിരിച്ചു തരും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ല, ചില ഈ മാറ്റി അല്ലാതെ വേറെ സീനുകളൊന്നുമില്ല. ഈ മാറ്റി നിർത്തിയ ആളുകള് പിന്നീട് അല്ലെങ്കിൽ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞേ. അത് കിട്ടുമ്പോൾ നമുക്ക് പ്രതികാരം 2 രീതിയിലുണ്ടല്ലേ. അവരൊക്കെ ആ ഒരു ടൈമിൽ ശരിയാ, നമുക്ക് ആ ടൈമിലൊന്നുമില്ല, അപ്പൊ അവരതുപോലെ പ്രതികരിച്ചെന്നുള്ളൂ. അവരെ കുറ്റപ്പെടുത്തും കാര്യമില്ല. നീ പറ, കഥ പറ, ഇത് പറയാനുള്ള പ്ലാറ്റ്ഫോമാ. ഇല്ലടാ, നിനക്ക് വേറെ എങ്ങും പോയി ഇങ്ങനെ വിലസാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ എനിക്ക് വിലസാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ. ഇല്ലടാ, അത് അന്ന് നമ്മൾ ഒഴിവാക്കിയവർ ഇപ്പൊ വിളിച്ചിട്ട് പരിപാടി ഉഷാറാകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പരിപാടി ഉഷാറാകുന്നുണ്ട്, കാണാൻ മീറ്റ് ചെയ്യാം. ഞാൻ അല്ലടാ, അങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, എനിക്ക് യെസ് അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനൊന്നുമില്ല, എനിക്ക് ഒരു സന്തോഷമേ ഉള്ളൂ. അവനെ ഒരു ടൈമിൽ ഇപ്പം മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരിതേ ഉള്ളൂ. അല്ലാണ്ട് അവനോട് എനിക്ക് ദേഷ്യം അങ്ങനെ സംഭവമൊന്നുമില്ല. അവന്മാരോടും
അവളുമാരോടും അങ്ങനെ പറയാം. ഈ ബ്രൊമാൻസിലോട്ട് അംബരീഷ് എത്തുന്നത് എങ്ങനെയാ? റൊമാൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ വൈറലായി. ശരിക്കും ഞാൻ പറയട്ടെ, റൊമാൻസ് എത്തുന്നത് നമ്മൾ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈമിൽ എനിക്ക് കോള് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് കോളും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ പുറത്തിറങ്ങിയ ടൈമിലും എനിക്ക് കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച നോർമൽ ഒരു നമ്പറല്ലേ എന്ന് കരുതി ഞാനത് ആ ടൈമിൽ ഇതാക്കി. അപ്പോൾ ഞാൻ എല്ലാവരും തിരിച്ചു വിളിച്ചപ്പോൾ ഇതിൽ 2-3 നമ്പർ മാത്രമേ വിളിച്ചില്ല. മനസ്സിലായില്ലേ, 2-3 നമ്പർ മാത്രം വിളിച്ചില്ല. എന്നിട്ട് ഒരു 2 ദിവസം പിന്നെയും പോയി. പിന്നെയും ഞാനൊരു ഇൻ്റർവ്യൂക്ക് വന്നപ്പോഴാണ് എനിക്കൊരു മെസ്സേജായിട്ട് ഇതിലെ നമ്മുടെ ഒരു സുഹൃത്ത് മെസ്സേജ് അയക്കുന്നത്. ഡയറക്ടർ മെസ്സേജ് അയച്ചാൽ നീ റിപ്ലൈ ഒന്നും തരില്ലല്ലേ? ഞാൻ ഒരു ഡയറക്ടർ മെസ്സേജോ? ഞാൻ അപ്പം തന്നെ ഈ റിക്വസ്റ്റ് ഒക്കെ എടുത്ത് പരതുമോ ഡയറക്ടർ മെസ്സേജ്. അപ്പോഴാണ് ഈ DJ മെസ്സേജ് അയക്കുന്നത്, അരുൺ ഡി ജോസ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ അപ്പോഴാണ്, എൻ്റെ ദൈവത്തിനാണ് ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങ് പോയേനെ, ഞാനത് ആ ടൈമിൽ കണ്ടില്ല. അങ്ങനെ ഞാൻ നമ്പർ ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ റൊമാൻസിലോട് വരുന്നത് വീണ്ടും. അംബരീഷ്, എൻ്റെ ഇൻ്റർവ്യൂ കൊണ്ട് ഗുണമുണ്ടായോ? എൻ്റെ ഇൻ്റർവ്യൂ കഴിയുന്നവനെല്ലാം രക്ഷപ്പെട്ടു പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അന്നും ഇന്നും ഒറ്റ ഇരിപ്പാണ്. സാരില്ലട ഉണ്ണിയെ, സമയം വരും, എല്ലാം ശരിയാവും, പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, നിന്റെ ചേഞ്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. താങ്ക് യു. കാരണം നിന്റെ സ്റ്റോറീസ് കാണുമ്പോഴും നിന്റെ ഓരോ സ്റ്റൈൽസ് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുടിയിൽ കുറേ പരിപാടി അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അംബരീഷ്, ബ്രൊമാൻസ് എന്ന സിനിമ കൊണ്ട് ഇതുവരെയുള്ള അംബരീഷിന്റെ ഗ്രാഫിനെ എത്രമാത്രം ഉയർത്തിയിട്ടുണ്ട്? ശതമാനമാണോ ചോദിച്ചത്? ശതമാനമാണെങ്കിൽ ഒരു 65 കേട്ടിട്ടുണ്ട്. ആ, എന്നെ സംഭവം അറിയോ, ആൾക്കാരുടെ മനസ്സിൽ ഈ റീൽസിൽ ഇങ്ങനെ നിൽക്കുന്നതാരണേ. ഓക്കെ, സിനിമയിൽ അഭിനയിച്ച പയ്യൻ എന്ന് ചോദിക്കുന്നതിലും അവർ കൂടുതലായിട്ട് ചോദിക്കുന്നത് റീൽസ് ഡാൻസിൻ്റെ വിളി കേട്ടോ. ഞാൻ ഈ സിനിമ ബ്രൊമാൻസ് കാണാൻ തിയേറ്ററിൽ പോയപ്പം എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരാള്, ആ വ്യക്തി നിന്നെ കണ്ടിട്ട് പറഞ്ഞത് ഇതാ റീൽസിലുള്ള പയ്യനല്ലേ, അതൊരു സിഗ്നേച്ചറാ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുന്നതും. ഈ ബ്രൊമാൻസിലെ കഥാപാത്രം കിട്ടിയ സമയത്തെ റീൽസിൽ ഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ക്യാമറ ഷൂട്ട് ചെയ്യുന്നു, ഒരു ആംഗിളിൽ നോക്കുന്നു. ഈ ഒരു സിനിമ സെറ്റിലോട്ട് പോയപ്പോൾ ഒരു അനുഭവം എന്തുമായിരുന്നു? അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അതിൻ്റെ പുറകിൽ ഭയങ്കര ഒരു വിറച്ചിലും ടെൻഷനും നമ്മൾ നോക്കുന്ന സമയത്ത് അർജുൻ അശോകൻ അല്ലേ. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ടേക്ക് ഞാൻ ആ പടം കണ്ടില്ലേ, കണ്ടു, ചാടി കയറി മാത്യുവിനെ ഫ്രണ്ട്ഷിപ്പ് ബോർഡിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മോക്കുന്ന സീനാ ഞാൻ ഫസ്റ്റ് ടൈം ഇവനെ കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതല്ല സിനിമയിൽ. അതും ഇവനെ മറ്റേ കെട്ടിപ്പിടിച്ചുമ്പൊക്കെ പറയുമ്പോൾ എൻ്റെ കൈകാലും മറക്കണം. ഞാനെങ്ങാണ് ഇനി ചാടി കയറി മറ്റേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ള സീനും ഉണ്ട്. കാരണം ഒരു ഹൈറ്റ് ഇങ്ങനെ ചാടി ഓടി വന്ന് കയറുന്ന സീനാണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ വിയർത്തു. അതിലൊരു ടേക്ക് പോയി, ബാക്കിയോടെ പോയി, ഇഷ്ടപാടേക്ക് പോയി. എന്നിട്ട് ADJ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സെറ്റെന്ന് പറഞ്ഞത് ശരിക്കൊരു ബ്രൊമാൻസ് ആയിരുന്നു. പടം പോലെ തന്നെ, പടത്തിലെ പേര് പോലെ തന്നെ ആ സെറ്റും ഭയങ്കര ഒരു ബ്രോ സ്നേഹം ഭയങ്കരമാനം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ടൈമിൽ ADJ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബി കൂൾ, നിനക്ക് പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ആശ്വാസം വരുന്നത്. അതെ, മനസ്സിലായില്ലേ? എനിക്ക് കാരണം എനിക്ക് ആരും അറിയില്ല അവിടെ. എനിക്ക് സിനിമ എങ്ങനെയാണ് ചെറുപ്പത്തിൽ ചെയ്ത സംഭവം അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. എല്ലാവരും നമ്മൾ ഈ TV-യിലും ബിഗ് സ്ക്രീനിൽ കണ്ട ആൾക്കാർ, അച്ചുവേട്ടനായാലും അർജുൻ അശോകാണേലും സംഗീതേട്ടൻ മാത്യു, മഹിമേച്ചി, ഷാജോണേട്ടനൊക്കെ എനിക്ക് ഷെയ്ഖാൻ എന്നിട്ട് പോയിട്ട് അതാ ഞാൻ അഭിനയിച്ച സംഭവമൊന്നുമില്ല. ആ ഷെയ്ഖാൻ്റെ ഒക്കെ ശരിക്കും മനസ്സിലായി. ഇവരൊക്കെ ഈ സ്പോണ്ടേനിറ്റിയിൽ സാധനം ഇടുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ മറ്റേ ഫസ്റ്റ് ടേക്ക് കൊണ്ടല്ലേ നമ്മൾ മറ്റേ എഴുതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. പക്ഷെ ഇവർ കൈ തരുമ്പോൾ നമ്മൾ അതൊക്കെ ഫ്ലോയിൽ വരുന്ന. ഓക്കെ, അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം ഇത്ര സ്റ്റാർഡമായിട്ടുള്ള ആൾക്കാരോട് അഭിനയിക്കാൻ പറ്റിയാണ് ഏറ്റവും വലിയ ഭാഗം. കാരണം ഇവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാരണം സിനിമയിൽ കുറച്ചധികം പോർഷൻസിലുണ്ട്, അപ്പം എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജേർണി അങ്ങനെയായിരുന്നു, എല്ലാവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ, ഈ ഷെഡ്യൂൾ പരിപാടി ഈ ഇത്ര ഡേ മാത്രം, അല്ലെങ്കിൽ ഒരാൾ ഇത്ര ഡേ മാത്രം ഒരാൾ, അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു എപ്പോഴും. അപ്പോൾ ഇത് ഒരുമിച്ചൊക്കെ ഒരു ബോണ്ടായിട്ട് പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവും, ഒരു കുടുംബം പോലെ ആയി പോകും. ഇത് കഴിയുമ്പോൾ ഒരു വിഷമമില്ലേ? എനിക്ക് അച്ചോട്ടൊക്കെ ഫീൽ ചെയ്തൊരു എല്ലാവരെയും
മെയിൻലി ചേട്ടൻ അർജുന ഈ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും അവരിൽ നിന്ന് ഒബ്സർവേഷൻ ഉള്ള ഒരു വ്യക്തിയാന്ന് പറഞ്ഞു അംബരീഷ് ആദ്യം തന്നെ. ഞാൻ കരഞ്ഞു. അവരിൽ നിന്ന് പകർന്നെടുത്തൊരു കാര്യം എന്തുമായിരിക്കും? സിംപ്ലിസിറ്റി, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. പക്ഷെ ഒരു പരിധിക്കുള്ളൊക്കെ എല്ലാവരും സ്നേഹിച്ച നമ്മൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് കിട്ടും. സംഭവമില്ല. നമ്മൾ എവരി ആക്ഷൻ തിയറി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? ഇപ്പം നമ്മളൊരു അവർക്ക് അവർ കയറി വന്ന ടൈമിൽ അവരെ ആരെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ താഴെ കിടക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പിള്ളേരെ ഞാൻ എന്തായാലും കൊണ്ടുവരാൻ നോക്കും. കാരണം ഞാൻ കയറിയ സമയത്ത് എന്നെ അങ്ങനെ അല്ല അങ്ങനെയല്ല ഇപ്പം സിനിമകളില എനിക്ക് അതെ ഇപ്പോൾ സിനിമയിലുള്ളവർ ഈ ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. കാരണം അച്ചുവേട്ടനാണേലും സംഗീതേട്ടനാണേലും ഇവർ സിനിമാ നടന്മാരെന്നുള്ള ഒരു ബോണ്ട് മാറി. നമ്മുടെ കലങ്കയിരുന്ന് സംസാരിക്കുന്ന ആള് അങ്ങനെയായി. അപ്പോൾ ഇവരെനിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. സംഗീതേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളുടെ തലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഭയങ്കര ഒബ്സർവേഷനും ഭയങ്കര പ്രൊഫഷണലിസം ഒക്കെ. കാരണം പുള്ളി സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ബെസ്റ്റ് എഡിറ്ററിനുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആൾ നമുക്ക് ആർട്ടിസ്റ്റും കൂടാ. അതെ. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ അപ്പോൾ അത് നമ്മളും ശരിക്കും അവർക്ക് അംബരീഷിനോട് പറഞ്ഞു തരേണ്ട പോലും ആവശ്യമില്ല. ഒരാവശ്യമില്ല. അത് ഞാൻ പറഞ്ഞത്. അവർക്ക് എനിക്ക് പറഞ്ഞു ഒരാവശ്യമില്ല. എടാ അത് നന്നാക്കണം, ഇത് നന്നാക്കണം. ഞാൻ ശരിക്കും ഇത് റിയലാണോ, ഇതെൻ്റെ എന്നോട് ഇങ്ങനെ സ്നേഹം എന്നെ ആക്കുവാണോ, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ആരും. മനസ്സിലായില്ലേ? ഇപ്പോൾ മറ്റുള്ളവൻ്റെ ഉള്ളറിഞ്ഞ എല്ലാവരും ഭയങ്കര പാവങ്ങളാണ്. മനസ്സിലായോ? ഈ അച്ചുവേട്ടനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതുപോലെ കെയർ ചെയ്യും, കമ്പനി ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല കുറേ മൊമെന്റ്സ് ആണ്. ഈ ബ്രൊമാൻസ് സിനിമയിൽ അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്റർവ്യൂ കസറിയെങ്കിലും കോളേജുകളിൽ അംബരീഷ് എന്നെ കത്തിച്ചത്. എടാ അത് അങ്ങനൊന്നുമില്ല, അവര് തന്നെ കത്തിച്ചത്. അതല്ല കാണുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്കറിയാമല്ലോ. ഇല്ലടാ, മെയിൻലി എൻ്റെ മാത്രം ഒരു എനർജി ഒന്നുമില്ല. ഈ ഞങ്ങളുടെ ആ ഒരു ടീമില്ലേ, ആ ടീമിൻ്റെ ഭയങ്കര എനർജി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ആൾക്കാരാണ് ഫ്രണ്ട് സർക്കിൾ. ഞാൻ പറഞ്ഞു പണ്ടും ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു സർക്കിളിൽ ഉള്ളൊരു ഹാപ്പിനെസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ടാണ്. കാരണം വെച്ചാൽ ഒന്നാമത് നമ്മളൊക്കെ ഭയങ്കരമായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർ നമ്മോട് ഭയങ്കരമായി കമ്പനി അടിക്കുന്നു. ഈ കമ്പനി അടിയിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കുള്ള കാര്യങ്ങൾ, നമുക്കുള്ള ഡ്രോബാക്കുകൾ, നമ്മളെ ഇനി നന്നാക്കേണ്ട കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു തരുന്നു. ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചു, നല്ലൊരു കഥാപാത്രം കിട്ടി, ആ കഥാപാത്രം ആളുകൾ ഏറ്റെടുത്തു, പുതിയ പ്രൊജക്റ്റുകളൊക്കെ വന്നോ? സർപ്രൈസാ പറയത്തില്ല. ഇല്ല. അപ്പോൾ ആ ഒരു സർപ്രൈസ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ഉറപ്പായിട്ടും. പിന്നെന്താ നമ്മളല്ലാണ്ടിരിക്കില്ലേ മുത്തേ? സർപ്രൈസ് പറയാത്ത കാര്യം എന്ന് പറഞ്ഞാല് അല്ല, സർപ്രൈസ് പറയാം. ഓക്കെ, അപ്പം ഉടനെ ഉണ്ടോ? ഉടനെ ഉണ്ടാവും. വ്യത്യസ്തമായ കഥാപാത്രമാണോ, ഈ ഒരു മൂഡാണോ? ഉടനെ ഉണ്ടാവും. അപ്പം ഒത്തിരി സന്തോഷം. എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ അംബരീഷേ, പറഞ്ഞോ, പരിപാടി നിർത്തല്ലേ. ഇല്ല, നിന്റെ പ്രേക്ഷകര് ചിരിയാണ് ആഗ്രഹിച്ചെങ്കിൽ ആ പ്രേക്ഷകർക്ക് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരുപാട് കഥാപാത്രങ്ങളാണ്. അത് കൊടുക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. അംബരീഷ് സിനിമയിൽ കയറിയത് കൊണ്ട് വീഡിയോ ഡാൻസ് നിർത്തുവാന്ന് കേട്ട് ശരിയാണോ? ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആളാ. നിർത്തത്തില്ല, ഒരിക്കലും നിർത്തൂല. ഞാൻ കേട്ടത് കേട്ടോ, അത് പറഞ്ഞത് കേട്ടതൊന്നും ശരിയല്ല മോനെ. ഇല്ല, ഞാൻ ഒരിക്കലും നിർത്തുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ കയറിക്കൊണ്ട് മാത്രം ചിരിപ്പിക്കണമെന്നില്ലല്ലോ. അതെ, നമുക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടിയാൽ എവിടെയാണെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പം മച്ചാനെ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഈ തുറന്ന പുസ്തകമായതുകൊണ്ട് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. തുറന്ന പുസ്തകമായതിൻ്റെ പേരിൽ എനിക്കൊരു ബാഡായിട്ട് ഇരുന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാനതിൽ തലയിടാത്താറായിരിക്കും മെയിൻ കാരണം. അപ്പോൾ ഇനിയും ജീവിതത്തിൽ
ഈ ഒരു ചിരി തന്നെ മുന്നോട്ട് നിലനിർത്തുക, മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കുക മറ്റുള്ളവരെ. മച്ചാനെ ഇവിടം കൊണ്ട് പരിപാടി നിർത്തല്ലേ. ഇല്ലടാ ഇല്ല. ഒരുപാട് ഓഫേഴ്സ് വരട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു.